മമ്മൂക്ക ഇപ്പം നേരെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നാണ്. പിന്നെ മമ്മൂക്ക വീണ്ടും വന്നിരിക്കുകയാണ്. മമ്മൂക്ക തകർത്തിട്ട മമ്മൂക്കയും ജയറാമേട്ടനും എല്ലാം തകർത്തു, ജഗദീഷ് ചേട്ടൻ എല്ലാം തകർത്തു. കുറേ ട്വിസ്റ്റല്ല അതൊന്നും പറയാനില്ല. ഭയങ്കര ഹിറ്റായിരിക്കും. ഭയങ്കര ഉഗ്രം മൂവിയാണ്. 5-ാം പാദത്തിലും വെട്ടിക്കും. ഫസ്റ്റ് ഹാഫ് കണ്ടാൽ 5-ാം പാദം പോലെയിരിക്കും. സെക്കൻഡ് ഹാഫ് മമ്മൂട്ടിയുടെ പെർഫോമൻസാണ്. ത്രൂ ഔട്ട് ജയറാമേട്ടനാണ്. സ്ക്രിപ്റ്റും ഡയറക്ഷനും ഉഗ്രനാണ്. ലാഗൊന്നുമില്ല. മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എല്ലാം കൊണ്ട് ഭയങ്കര വലിയ ഹിറ്റായിരിക്കും. ജയറാമേട്ടൻ്റെ തിരിച്ചുവരവായിരിക്കും. ഞാൻ വെച്ച് മമ്മൂക്ക് ചെറിയ റോളായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ കുറേ ട്വിസ്റ്റ് ഉണ്ട്. വില്ലനല്ല ആരാണ് ഞാൻ പറയുന്നില്ല. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫാണ് 5-ാം പാദം കൊണ്ടിരിക്കും. സെക്കൻഡ് ഹാഫ് മമ്മൂക്കയുടെ പെർഫോമൻസ് സൂപ്പറാണ്. ജയറാമേട്ടൻ ശക്തമായ തിരിച്ചുവരവാണ്. എല്ലാം കൊണ്ടും സൂപ്പർ മൂവിയാണ്. ഭയങ്കര ഹിറ്റായിരിക്കും. നേരിൻ്റെ റെക്കോർഡ് പൊട്ടിക്കും. നല്ലൊരു മെഡിക്കൽ ക്രൈം ത്രില്ലർ. ജയറാമിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവ്. പിന്നെ കാസ്റ്റിങ്ങിൽ നല്ല മികവ് പുലർത്തിയിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും സ്ക്രീനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ബോബൻ ആലമ്പൂടൻ, കുമരനാഥ് ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ തിരിച്ചുവരവാണ്. പടം ഒരു സസ്പെൻസ് ക്രൈം മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. നമ്മളെ ആകാംക്ഷയുടെ മുൻപിൽ നിർത്തുന്ന ഒരു പടമാണ്. പടം കൊള്ളാം. നല്ല ഡയറക്ഷനാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബിക്കോസ് ഒരു മെഡിക്കൽ ത്രില്ലറാണിത്. അപ്പോൾ ആക്ച്വലി നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഇതിനകത്തുനിന്ന് കിട്ടും. മിഥുൻ മാനുവൽ അത്രയ്ക്കും രസകരമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെ വിളിക്കാവുന്നതാണ്. ബിക്കോസ് പിന്നെ നമുക്കൊരു സർപ്രൈസ് എലമെൻറ്റ് കൂടി ഇതിനകത്തുണ്ട്, ഒരു എൻട്രി. അപ്പോൾ അതിന് വൻ കയ്യടിയാണ്. എന്തായാലും കിടക്കാച്ചി പടം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഉറപ്പായിട്ടും. ബിക്കോസ് ഇത്രയും കാലം നമ്മളൊരു എന്താ പറയുക, ജയറാം എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ രണ്ടൊന്ന് ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളാണ് ഇപ്പോഴേ തിയേറ്റേഴ്സ് എല്ലാം. അതുകൊണ്ട് ഒരു രക്ഷയില്ല. ജയറാമേട്ടൻ കിട്ടുമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇഷ്ടം കുഴപ്പമില്ല. കുഴപ്പമില്ല. 5-ാം പാതിരയുടെ അത്ര ഒന്നുമില്ല. ജയറാമേട്ടൻ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. നല്ല മൂവി ആയിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നാണ് ലാസ്റ്റത്തെ ഒരു ഭാഗം കാണുമ്പോൾ തോന്നുന്നത്. സൂപ്പർ. സ്പോയിലർ ആക്കേണ്ട ആവശ്യമില്ല. യെസ് ഉണ്ട്, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ബാക്കിയൊക്കെ കണ്ടറിയാം. അതായിരിക്കും നല്ലത്. ഗുഡ് വൺ, വർത്ത് വാച്ചിങ്. കുഴപ്പമില്ല. ഒളിപ്പടം ഒരു രക്ഷയില്ല. നല്ല പടം. അടിപൊളി പടം. അടിപൊളി. നല്ല പടം. സൂപ്പർ. രക്ഷയില്ല. സൂപ്പർ പടം. വേറെ വേറെ ലെവല്. നല്ലൊരു സസ്പെൻസ് ഉണ്ട്. ഓ നല്ല തിരിച്ചു വരാം. സൂപ്പർ പടം.